എല്ലാവർക്കും ഒരിക്കൽ കൂടി 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ഒന്നാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാറ്റിനെ പറ്റിയിട്ടാണ്. കാറ്റിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുക. അത് തിരശ്ചീനമായിട്ടാണ് വീശുക, അല്ലേ? ഇങ്ങനെയാണ് വീശുക. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുക. കാറ്റ് ഏത് ദിശയിൽ നിന്നാണോ വീശുന്നത്, എവിടെ നിന്നാണോ വീശുന്നത്, അതനുസരിച്ചിട്ടാണ് കാറ്റിന് പേരുകൾ നൽകുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ടൈപ്പ് കാറ്റുകളുണ്ട്, ഏതൊക്കെ തരം കാറ്റുകളുണ്ട്. അപ്പോൾ വിവിധ തരം കാറ്റുകൾ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ സ്ഥിരവാദമാണ്. എന്താണ് സ്ഥിരവാദങ്ങൾ എന്ന് പറയുമ്പോൾ, ആ വാക്കിൽ തന്നെ ഉണ്ട് സ്ഥിരമായിട്ട് എന്നുള്ള അർത്ഥത്തിൽ. നോക്കാം. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകൾ. അതായത് ഈ കാറ്റുകളുടെ സ്ഥാനം അല്ലെങ്കിൽ ഈ കാറ്റുകൾ വീശുന്ന ദിശ ഒരിക്കലും മാറുന്നില്ല. ഇത് വർഷം മുഴുവൻ ഒരേ ദിശയിലാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരം വീശിക്കൊണ്ടിരിക്കുകയാണ് ഈ കാറ്റുകൾ. അങ്ങനെ സ്ഥിരമായി ഒരേ ദിശയിൽ, വർഷം മുഴുവൻ ഒരേ ദിശയിൽ, ഒരു നിശ്ചിത ദിശയിൽ തന്നെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. സ്ഥിരവാദങ്ങളുടെ മറ്റു പേരുകളാണ് നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നൊക്കെ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നിങ്ങനെയുള്ള വേറെ പേരുകൾ കൂടി സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന കാറ്റുകൾ സ്ഥിരമായി ഒരേ ദിശയിൽ വർഷം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് എവിടെയാണ് പ്രധാനമായിട്ടും വീശുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. ആഗോള മർദ്ദ മേഖലകൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു, അല്ലേ? ഇതിന് മുന്നേയുള്ള പാഠത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ നമ്മൾ കണ്ടു. ചിത്രം 1.13 നമ്മൾ കണ്ടതാണ്. ഏതൊക്കെയാണ്? 0 ഡിഗ്രിയിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളായിട്ട് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്കിലായിട്ട് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്കിലായിട്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുള്ളത്? ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിച്ചിട്ടുള്ളത്, അല്ലേ? ഭൂമിയിലെ ചില അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിരമായി ഒരേ മർദ്ദമാണുള്ളത്. അത്തരം മേഖലകളെയാണ് നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതാണ് ആഗോള മർദ്ദ മേഖലകൾ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഈ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ നിരന്തരവാദങ്ങൾ, അല്ലെങ്കിൽ നമ്മളിതിനെ ആഗോളവാദങ്ങൾ എന്ന പേരിലും വിളിക്കാറുണ്ട്. ഒരു കാറ്റ് എവിടേക്ക് വീശുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ചില ആഗോളമർദ്ദ മേഖലകളുടെ ഇടയിൽ ചില ഉച്ചമർദ്ദ മേഖലകളും ഉണ്ട്, ചില ന്യൂനമർദ്ദ മേഖലകളും ഉണ്ട്, അല്ലേ? ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുണ്ട്, ഇതെവിടെയുണ്ട്. അതെ, ഈ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്താണ്? അത് ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പോൾ ഇവിടെ ഉച്ചമർദ്ദ മേഖലകളുമുണ്ട്, ന്യൂനമർദ്ദ മേഖലകളുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം, ഇവിടെയുള്ള ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഇവിടെയുള്ള ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് വീശുന്നു. ഏതൊക്കെയാണ് ആഗോളവാദങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാണിജ്യവാദങ്ങളും പശ്ചിമവാദങ്ങളും ധ്രുവീയവാദങ്ങളെ നമുക്ക് ധ്രുവീയ പൂർവ്വവാദങ്ങളെന്നും വിളിക്കാം. ഇങ്ങനെ 3 എണ്ണമാണ് ആഗോളവാദങ്ങളായിട്ടുള്ളത്. അപ്പോൾ ആഗോളവാദങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ നിരന്തരവാദങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് വേറെ പേരുകളിൽ വിളിക്കുന്നുണ്ട്. അതിൽ ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് വർഷം മുഴുവൻ ഈ കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ആഗോളവാദങ്ങൾ എന്ന പേരിലും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, അതുപോലെ തന്നെ ധ്രുവീയവാദങ്ങൾ അഥവാ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇവയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ
ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 30 ഡിഗ്രി വടക്കിൽ നിന്നും 30 ഡിഗ്രി തെക്കിൽ നിന്നും നമ്മുടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ലക്ഷ്യമാക്കി വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഞാനിവിടെ അടയാളപ്പെടുത്തി തരാം. ഇതാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്കുണ്ട്. അവിടെ നിന്ന് ഇതാ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ലക്ഷ്യമാക്കി വീശുന്ന കാറ്റുകൾ ഇങ്ങനെ വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തെക്ക് നിന്നുള്ള ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ഈ പറയുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും കാറ്റ് വീശുന്നുണ്ട്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ലക്ഷ്യമാക്കിയിട്ട്. ഈ കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. വാണിജ്യവാദങ്ങൾ. ഓക്കെ, വടക്ക് നിന്ന് വീശുന്ന വാണിജ്യവാദത്തെ നമ്മൾ വടക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും ഇതിനെ നമുക്ക് വടക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും ഇതിനെ നമുക്ക് തെക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും വിളിക്കാം. അതെങ്ങനെയാണ് അതിൻ്റെ പേര് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് ദിശയിൽ നിന്നാണോ വീശുന്നത് അതനുസരിച്ചിട്ടാണെന്ന്. നമുക്കത് ദിശ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇതിൻ്റെ നടുവിലായിട്ട് വടക്ക് കിഴക്ക്, ഇത് തെക്ക് കിഴക്ക്, ഇത് തെക്ക് പടിഞ്ഞാറ്, ഇത് വടക്ക് പടിഞ്ഞാറ് അല്ലേ? ഈ ദിശ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ഇതാ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ നമുക്ക് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട വടക്കിനും അതുപോലെ തന്നെ കിഴക്കിനുമിടയിൽ വടക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് വീശുന്നത്. ഇവിടെ ഇതാ തെക്ക് കിഴക്കനാണ്. നോക്കൂ, ഇതാണ് തെക്കിൻ്റെ കിഴക്കിൻ്റെയും ഇടയിലായിട്ട് ഇതാ കിഴക്ക്. അപ്പോൾ തെക്ക് കിഴക്കൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വീശുന്നു, തെക്ക് കിഴക്കൻ. അപ്പോൾ നമുക്കൊന്ന് നോക്കുന്ന സമയത്ത് അതിനെ ദിശ നോക്കുന്ന സമയത്ത് വടക്ക് കിഴക്കനായിട്ടും തെക്ക് കിഴക്കനായിട്ടും കാണും. ഇത് രണ്ടും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അങ്ങനെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ വെച്ചിട്ട് ഈ രണ്ട് വാണിജ്യവാദങ്ങൾ കൂടി സംഗമിക്കുന്നു. ആ സംഗമിക്കുന്ന സ്ഥലത്തെ നമ്മൾ ITCZ ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻ സോൺ ITCZ എന്ന പേരിൽ കൂടി വിളിക്കാറുണ്ട്. ഇനി ഇതേ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും നമ്മുടെ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രികളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് വീശുകയാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പശ്ചിമവാദങ്ങൾ. അപ്പോൾ ഇവിടെയും ഞാൻ അടയാളപ്പെടുത്താം പശ്ചിമവാദങ്ങൾ. അപ്പോൾ ഇത് പശ്ചിമവാദങ്ങളാണ്. ഇതും പശ്ചിമവാദങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പശ്ചിമവാദങ്ങൾ എന്നുള്ള പേര് വരാനുള്ള കാരണം? പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ്, നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് ഈ കാറ്റുകൾ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ പശ്ചിമവാദങ്ങൾ, പശ്ചിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് എന്നർത്ഥത്തിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പശ്ചിമവാദങ്ങൾ എന്ന പേരിട്ട് വിളിച്ചത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റുകൾ വീശുന്നതെങ്കിൽ അവ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും, അതായത് കോമൺലി നമ്മൾ വാണിജ്യവാദങ്ങൾ എന്ന് വിളിച്ചു. എന്നാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അവ പശ്ചിമവാദങ്ങളാണ്. അപ്പോൾ പശ്ചിമവാദങ്ങൾ വടക്കുമുണ്ട് തെക്കുമുണ്ട്. അപ്പോൾ രണ്ട് ഉത്ഭവിക്കുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നാണ്. പക്ഷേ ഒന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കും മറ്റൊന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കുമാണ് വീശിയിട്ടുള്ളത്. പശ്ചിമവാദങ്ങൾക്ക് ആ പേര് വരാനുള്ള കാരണം ഏതാണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നു എന്നതുകൊണ്ടാണ്. ഇനി പശ്ചിമവാദങ്ങളെ പറ്റിയിട്ട് വേറെയും കുറേ ഫാക്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഉത്തരാർദ്ധഗോളത്തിലുള്ള ഇവിടെയുള്ള പശ്ചിമവാദങ്ങളെക്കാളും ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾക്കാണ് വേഗത കൂടുതൽ എന്ന് നമുക്കറിയാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു എക്സ്ട്രാ നോളജാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ വീശുന്നത് അധികവും കരഭാഗങ്ങളിലൂടെയാണ്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ പശ്ചിമവാദങ്ങൾ അധികവും വീശുന്നത് നമ്മുടെ സമുദ്രഭാഗങ്ങളിലൂടെയാണ്. സമുദ്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഘർഷണം വളരെ കുറവായിരിക്കും അല്ലേ? കരയിലൂടെയാണ് അധികം വീശുന്നതെങ്കിൽ അവിടെ ബിൽഡിങ്ങുകളും മറ്റ് മരങ്ങളും ഒക്കെയുണ്ട് അതിൻ്റെ ഘർഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ
നമ്മൾ പൊതുവേ നമ്മുടെ ഒരു വേൾഡ് മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലെല്ലാം എപ്പോഴും ഒരു വേൾഡ് മാപ്പ് എപ്പോഴും നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ദ ജേണി നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങൾ ഒരു ജോഗ്രഫി പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഒന്നാണ് ഒരു വേൾഡ് മാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും, ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവേ പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവേ കരഭാഗങ്ങളാണ് കൂടുതൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ അധികവും സമുദ്രഭാഗങ്ങളാണ്. നമുക്കറിയാം കാറ്റിൻ്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഘർഷണം. ഘർഷണം എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ എന്ന് ആലോചിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഘർഷണം എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരിക? വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ മരങ്ങൾ, അല്ലേ, പർവ്വതങ്ങൾ, ഇതൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ കരയിലാണുള്ളത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങൾ അധികവും കരഭാഗത്തൂടെ വീശുന്നതുകൊണ്ട് അതിക്ക് സ്പീഡ് കുറവാണ്. എന്നാൽ ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ അധികവും സമുദ്രഭാഗങ്ങളാണ്. ഈ കാറ്റ് വീശുമ്പോൾ അവിടെ അധികവും ഘർഷണം കുറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പീഡിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ കാറ്റുകൾ വീശാറുള്ളത്. പശ്ചിമവാദങ്ങൾ വളരെ സ്പീഡിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ വീശാറുള്ളത്. നമുക്കറിയാം 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്കാണ് വീശുന്നത്, അല്ലേ? അപ്പോൾ 30, 40, 50 അങ്ങനെയാണ് ഇത് ഇവിടേക്ക് എത്തുന്നത്, 60ലേക്ക് എത്തുന്നത്. ഈ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ വേഗത കൂടുതലായതുകൊണ്ട് തന്നെ 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ആ കാറ്റിനെ പഴയ കാലത്തെ നാവികർ, സമുദ്ര സഞ്ചാരികളൊക്കെ വിളിച്ചിരുന്നത്, അവർക്കാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ഈ കാറ്റിനെ ബാധകമാവുക. കാര്യം അവർ ആണല്ലോ ഈ നമ്മുടെ ഈ പറയുന്ന ഇതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ, കാറ്റിനെ ആശ്രയിച്ചിട്ട് കടൽ മാർഗം സഞ്ചരിക്കുന്ന ആൾക്കാർ. അവർ അതിൻ്റെ സ്പീഡ് കാരണം അതിനെ വിളിച്ചിരുന്നത് 40 ഡിഗ്രികളിൽ റോറിംഗ് 40s എന്നായിരുന്നു. 50 ഡിഗ്രികളിലേക്ക് എത്തുമ്പോൾ ആ കാറ്റിനെ അവർ വിളിച്ചിരുന്നത് ഫ്യൂരിയസ് 50s എന്നായിരുന്നു. ഫ്യൂരിയസ് 50s. 60 ഡിഗ്രികളിലേക്ക് എത്തുമ്പോൾ ഈ പശ്ചിമവാദങ്ങളെ അവർ വിളിച്ചിരുന്നത് ഷ്രീക്കിംഗ് 60s എന്നായിരുന്നു. ഷ്രീക്കിംഗ് 60s. കാര്യം ഇതിങ്ങനെ വളരെ പ്രകമ്പനം കൊള്ളിച്ച് വരുന്ന, വളരെ വേഗതയിൽ വരുന്ന, എല്ലാം എന്താ പറയുക, കത്തിച്ചാമ്പലാക്കുന്ന തരത്തിലുള്ള വലിയ സ്പീഡിൽ വരുന്ന, വളരെ ശക്തിയോടുകൂടി വീശുന്ന കാറ്റ് എന്ന അർത്ഥത്തിലാണ് ഇതിനെ 40 ഡിഗ്രികളിൽ റോറിംഗ് 40s എന്നും 50 ഡിഗ്രികളിൽ ഫ്യൂരിയസ് 50s എന്നും 60 ഡിഗ്രികളിൽ ഷ്രീക്കിംഗ് 60s എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. അപ്പം ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങളെയാണ് വിളിച്ചിട്ടുള്ളത്. കാര്യം ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾക്കാണ് വേഗത കൂടുതലുണ്ടായിരുന്നത്. ഇനി അവസാനം നമുക്ക് സ്ഥിരവാദങ്ങളിലെ അഥവാ ആഗോളവാദങ്ങളിലെ അഥവാ നിരന്തരവാദങ്ങളിലെ അവസാനത്തെ ഒരു കാറ്റ് ഏതാണെന്ന് നോക്കാം. ആ കാറ്റിൻ്റെ പേര് ധ്രുവീയവാദങ്ങളെന്നാണ്. ധ്രുവീയവാദങ്ങൾ. ധ്രുവീയവാദങ്ങളെ മറ്റൊരു പേരിൽ വിളിക്കും നമ്മൾ. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അതെവിടെ നിന്നാണ് വീശുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ലക്ഷ്യമാക്കി വീശുന്ന കാറ്റുകളാണ് നമ്മുടെ ഏത് കാറ്റുകളെന്ന് പറയുന്നത്? നമ്മൾ വിളിക്കുന്ന ധ്രുവീയവാദങ്ങൾ എന്ന് പറയുന്നത്. ധ്രുവീയവാദങ്ങൾ. ഈ ധ്രുവീയവാദങ്ങളെ മറ്റൊരു പേരിൽ കൂടി വിളിക്കാറുണ്ട്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന പേരിലും വിളിക്കാറുണ്ട്. പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്. പൂർവം എന്ന് പറഞ്ഞാൽ പശ്ചിമം പടിഞ്ഞാറാണെങ്കിൽ പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ധ്രുവീയ പൂർവ്വവാദങ്ങളിൽ ഇത് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നു എന്ന അർത്ഥത്തിലാണ് അതിനെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിച്ചത്. ധ്രുവീയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന നല്ല തണുത്ത പ്രദേശങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റുകൾ. അപ്പോൾ ഈ കാറ്റുകളുടെ പ്രത്യേകത, ഇത് നല്ല തണുത്ത ധ്രുവീയ മേഖലകളിൽ നിന്ന്, ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വീശുന്നു. ഇത് ഏതാണ്ട് കിഴക്ക് ദിശയിൽ നിന്നുമാണ് വീശുന്നത്. അതുകൊണ്ട് അതിനെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിച്ചു. നമ്മൾ നേരത്തെ ഏതാണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്നതിനെ നമ്മൾ പശ്ചിമവാദങ്ങൾ എന്ന് വിളിച്ചതുപോലെ. അപ്പോൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ അതാണ്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളി ധ്രുവീയവാദങ്ങൾ എന്ന് വിളിച്ചാലും മതി. ഈ കാറ്റുകൾ നല്ല തണുത്ത കാറ്റുകളായിരിക്കും. കാര്യം എന്താ? ഇത് ധ്രുവപ്രദേശങ്ങളിൽ നിന്നും വീശുന്ന കാറ്റുകളായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ഥിരവാദങ്ങളിലെ അല്ലെങ്കിൽ നിരന്തരവാദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആഗോളവാദങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഈ പേജ് നമ്പർ ഞാൻ ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തല്ല ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, അത് വേറൊരു പേജിലാണ്. ഞാൻ നിങ്ങൾക്ക് ആഗോള മർദ്ദമേഖലകൾക്കിടയിലാണല്ലോ ഈ കാറ്റുകൾ വീശുന്നത്. അതുകൊണ്ട് ചിത്രം 1.13 എടുത്ത്, അഥവാ പേജ് നമ്പർ 19 എടുത്തിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ വായിച്ചിരുന്ന പേജിലേക്ക് തിരിച്ചു വരാം. അവ കണ്ടില്ലേ? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. കണ്ടോ? ഇവിടെ ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയ അതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്.
വടക്ക് കിഴക്കൻ വാണിജ്യവാദം ഇതാ, തെക്ക് കിഴക്കൻ വാണിജ്യവാദം ഇതാ. നിർവാത മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭൂമധ്യരേഖയെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ്, കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ അല്ലേ. അപ്പോൾ ഇവിടെ കാറ്റുകളൊന്നുമില്ല, നിർവാത മേഖലയിൽ കാറ്റൊന്നുമില്ല. പക്ഷേ ഈ രണ്ട് കാറ്റുകൾ കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. പിന്നെ 60 ഡിഗ്രികളിലേക്ക് 30 ഡിഗ്രികളിൽ നിന്നും 0 ഡിഗ്രികളിലേക്ക് വീശിയത് വാണിജ്യവാദങ്ങൾ. പിന്നെ 60 ഡിഗ്രികളിലേക്കാണ് വീശിയതെങ്കിൽ പശ്ചിമവാദങ്ങൾ. കണ്ട ഇവിടെയും കാണാം പശ്ചിമവാദങ്ങൾ, രണ്ട് ധ്രുവങ്ങളിലും ഉണ്ട്, രണ്ട് അർദ്ധഗോളങ്ങളിലും ഉണ്ട്. പിന്നെ ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ഇവിടെ 90 ഡിഗ്രി ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും 90 ഡിഗ്രി ധ്രുവപ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ 60 ഡിഗ്രി ലക്ഷ്യമാക്കി വരുന്ന ധ്രുവീയ വാദങ്ങൾ. നേരത്തെ വരച്ച അതേ ചിത്രം തന്നെയാണ്, അത് ഇവിടെ നിങ്ങളുടെ ചിത്രം 1.17 ആയിട്ടും പേജ് നമ്പർ 22 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പട്ടിക കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ഇനി അടുത്തത് ഏതാ എഴുതാം? പശ്ചിമവാദങ്ങൾ. പശ്ചിമവാദങ്ങൾ എവിടെ നിന്നാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും അതിൽ നിന്നും എവിടേക്കാണ് വരുന്നത്? ഉപദ്രുവീയ, അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. അവസാനം നിങ്ങൾക്ക് ആരെഴുതാം? ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എഴുതാം. ധ്രുവീയവാദങ്ങൾ എന്ന് തൽക്കാലം എഴുതാം. അത് എവിടെ നിന്നാണ്? ധ്രുവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു അല്ലേ. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, നിങ്ങൾക്കിത് ഇത് നോക്കിയിട്ട് എഴുതിയെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ITCZ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അഥവാ ITCZ എന്ന് വിളിക്കുന്നു. ITCZൻ്റെ സ്ഥാനം മാറാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ആഗോളമർദ്ദ മേഖലകൾക്ക് സ്ഥാനം ഇടയ്ക്ക് വടക്കോട്ടേക്കും ഇടയ്ക്ക് തെക്കോട്ടേക്കും നീങ്ങാറുണ്ട് അല്ലേ. അപ്പം ഒരു 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അതിന് സ്ഥാനവ്യതിയാനം സംഭവിക്കാറുണ്ട് സൂര്യൻ്റെ അയനത്തിനനുസരിച്ചെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവ രണ്ടും സംഗമിക്കുന്ന ITCZ എന്ന് പറഞ്ഞ പോയിൻറ്റും മധ്യരേഖയിൽ നിന്ന് ഇടയ്ക്ക് വടക്കോട്ടേക്കും ഇടയ്ക്ക് തെക്കോട്ടേക്കും നീങ്ങാറുണ്ട്. പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റുകളായും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ കാറ്റുകളായും വീശുന്നു. കാരണം എന്ത്? അത് രണ്ടും അതിൻ്റെ ആ രണ്ട് ദിശകളിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ടാണ്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാണ്. എന്തായിരിക്കാൻ കാരണം? ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഏറ്റവും കൂടുതൽ സമുദ്രഭാഗങ്ങളുള്ളത് കൊണ്ട് തന്നെ അവിടെ ഘർഷണം വളരെ കുറവാണ്. ഇത്രയുമാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് ആരെ കഴിഞ്ഞു? നമ്മുടെ സ്ഥിരവാദങ്ങൾ കഴിഞ്ഞു. ഇനി കാലികവാദങ്ങളാണ് നമുക്ക് പറയാനുള്ളത്.